വെടിനിർത്തൽ ലംഘിച്ച് ഗാസയിൽ വീണ്ടും വ്യോമാക്രമണം. ഗാസയിലെ അഭയാർത്ഥി കൂടാരങ്ങൾക്ക് നേരെയാണ് ആക്രമണം അഴിച്ചുവിട്ടത്. അതിൽ 8 പേർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുണ്ട്. കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ഇതോടുകൂടി തന്നെ പശ്ചിമേഷ്യൻ സംഘർഷം ഒരു സൈഡിൽ നടക്കുമ്പോൾ തന്നെ മറു സൈഡിൽ ജൂതപ്പടയാകട്ടെ ഗാസയെ ഇല്ലാതാക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങൾക്കും ഇതോടുകൂടി തന്നെ യാതൊരു വിധത്തിലുമുള്ള കുറവുമില്ല എന്നതാണ് വാസ്തവം. തെക്കൻ മധ്യ ഗാസയിലെ അഭയാർത്ഥി കൂടാരങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 2 കുട്ടികളടക്കം കുറഞ്ഞത് 8 പാലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി തന്നെ ഇവിടെ വ്യക്തമാക്കുകയാണ്. മാത്രമല്ല 20 പേർക്ക്, അതായത് 20-ലധികം പേർക്കാണ് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നതായി തന്നെ ആരോഗ്യ മന്ത്രാലയവും അടിയന്തര വിഭാഗങ്ങളും അറിയിച്ചിരിക്കുന്നത്. അതേപോലെ ഖാൻ യൂനസിലെ അൽ മാസവി മേഖലകളിൽ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് ഇസ്രായേൽ സൈന്യം ഒരു കൂടാരത്തിന് നേരെ ആക്രമണം നടത്തിയത്. ഇതിൽ 23 വയസ്സുള്ള അമ്മയും അവരുടെ 1 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞും കൊല്ലപ്പെട്ടതായി തന്നെയാണ് നാസർ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അന്നേ ദിവസം രാവിലെ തന്നെ നഗരത്തിന്റെ വടക്കു പടിഞ്ഞാറുള്ള ആ ഒരു മേഖലകളിൽ മറ്റൊരു ആക്രമണത്തിൽ 31കാരനായ യുവാവും കൊല്ലപ്പെട്ടു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് മാത്രം വിവാഹിതനായ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു എന്നതാണ് അധികൃതർ സൂചിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഇതേ പ്രദേശത്ത് തന്നെയുള്ള ആ ഒരു തീരദേശ മേഖലയിലെ അഭയാർത്ഥി കൂടാരത്തിന് നേരെ ഉണ്ടായ മറ്റൊരു ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടതായും 13 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് വിവരം. പരിക്കേറ്റവരെ അൽ മാസവിയിലെ പാലസ്തീൻ റെഡ് ക്രോസ് ഫീൽഡ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ഗാസയിൽ ഉണ്ടായ ആക്രമണത്തിൽ ഇസ്ലാമിക് ജിഹാദ് അംഗമായ സാഹിർ അബു സലീം കൊല്ലപ്പെട്ടതായി തന്നെ ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നുണ്ട്. 2023 ഒക്ടോബർ 7-ന് ഇസ്രായേലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്നതാണ് ഇസ്രായേൽ പറയുന്നത്. അതേപോലെ കഴിഞ്ഞ ദിവസം ഗാസയിൽ ഉടനീളം നടന്ന വിവിധ ആക്രമണങ്ങളിൽ 13 വയസ്സുകാരനായ ഒരു കൊച്ചു പയ്യനും ഉൾപ്പെടെ ഇവിടെ 4 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ ടാങ്ക് ഷെല്ലാക്രമണത്തിൽ നിന്നുള്ള ചില്ല് കഷ്ണങ്ങൾ തെറിച്ചാണ് ഈ പെൺകുട്ടി അവിടെ കൊല്ലപ്പെട്ടതെന്നും വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒക്ടോബറിലെ വെടിനിർത്തലിന് ശേഷം വലിയ തോതിലുള്ള യുദ്ധത്തിന് നേരെ അവിടെ വലിയ രീതിയിൽ കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിനുശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ 360 സ്ത്രീകളും കുട്ടികളും അടക്കം 1045 പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി തന്നെ ഗാസയിലെ ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. തങ്ങൾ ഭീകരരെ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നും ഗാസയുടെ 60%-ലധികം പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണത്തിന് മുതിരുന്നവരെയാണ് എന്നതാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത്. എന്നാൽ വെടിനിർത്തലിന് ശേഷം 5 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നു. ഹമാസ് ഭരണകൂടത്തിന് കീഴിലുള്ള ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്ന മരണക്കണക്കുകൾ ഐക്യരാഷ്ട്രസഭയും സ്വതന്ത്ര വിദഗ്ധരും അവിടെ വിശ്വസനീയമായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം വെടിനിർത്തലിന് ശേഷമുള്ള മരണങ്ങൾ ഉൾപ്പെടെ തന്നെ 73,058-ലധികം പാലസ്തീനുകളാണ് ഇതുവരെ തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഒക്ടോബർ 7-ന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ആക്രമണത്തിൽ 1200-ഓളം പേർ കൊല്ലപ്പെടുകയും 251 പേരെ തടവിലാക്കുകയും ചെയ്തിരുന്നു. അതേസമയം വെസ്റ്റ് ബാങ്കിലെ അൽ ബെരേക്ക് മേഖലയിൽ ഇസ്രായേൽ വലിയ രീതിയിൽ അവിടെ വെടിയേറ്റുകൊണ്ട് ഒരു യുവാവിനെ രക്ഷിക്കാൻ അടിയന്തര വിഭാഗം ശ്രമിച്ചെങ്കിൽ പോലും ആശുപത്രിയിൽ എത്തിക്കും മുൻപേ തന്നെ മരണം സംഭവിച്ചു. മാത്രമല്ല, ഇത്തരത്തിൽ വലിയ രീതിയിൽ പാലസ്തീന്റെ ഭരണസിരാ കേന്ദ്രമായ മിക്ക സ്ഥലങ്ങളിലും അവിടെ ഇസ്രായേൽ സൈന്യം നിരവധി തരത്തിലുള്ള ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നതാണ് പാലസ്തീൻ മാധ്യമങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.